അതെ, നിങ്ങൾക്കറിയാവോ നമുക്കിവിടെ ഫാർമസി പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾക്ക് മൈനർ ഇൽനെസ്സിനും മൈനർ ഇഞ്ചുറീസിനും ഒക്കെ മരുന്ന് കിട്ടുമെന്നുള്ളതേ. അപ്പം ഞാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നതേ. അപ്പം നമുക്കിത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ ഈ ജിപിയുടെ അപ്പോയിൻമെന്റിന് വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യണ്ട. അപ്പം നമുക്ക് ഈ ഫാർമസിസ്റ്റിന്റെ അടുക്കൽ നമുക്ക് റെഫറലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അവരോട് നേരെ ചെല്ലാം. ചെന്ന് സംസാരിക്കാം. പിന്നെ ചില പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഫാർമസിസ്റ്റ്മാരുണ്ട്. അന്നേരപ്പഴത്തേക്കിനും അവരുടെ അടുക്കൽ നമ്മൾ അത് സംസാരിക്കണം കേട്ടോ. അവർക്ക് ഇൻ കേസ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ലാന്നുണ്ടെങ്കില് അവര് നമ്മൾക്ക് സജസ്റ്റ് ചെയ്യും. അതായത് പ്രിസ്ക്രിപ്ഷൻ വേണ്ടാത്ത മെഡിസിനൊക്കെ ഇല്ലേ, അതിനവര് നമുക്ക് സജസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾക്കപ്പം ജിപിയുടെ അടുക്കൽ അല്ലെങ്കിൽ നമുക്കൊരു ഏയാനി പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഈ മൈനർ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരത്തില്ലേ? അത് കോംപ്ലിക്കേറ്റഡ് അല്ലെന്നുണ്ടെങ്കില്, അതായത് നമുക്കിപ്പോൾ ഒരു ആസ്മ ഉള്ളവര് അല്ലെന്നുണ്ടെങ്കില് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉള്ളവരെ, അങ്ങനെയുള്ളവരൊന്നും അവര് നോക്കത്തില്ലേ. അപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവരത് നോക്കിയിട്ട് നമുക്കത് ആൻറ്റിബയോട്ടിക് തരും. പിന്നെ നമുക്ക് ടോൺസിലൈറ്റിസും സോർ ത്രോട്ടും ഒക്കെ അത് പിള്ളേരുടെ നോക്കും. അത് 5 വയസ്സിന് മേളിലോട്ടുള്ള പിള്ളേരുടെ അവർ നോക്കുള്ളേ. അപ്പം അത് നോക്കും. നമുക്ക് ആൻറ്റിബയോട്ടിക് വേണമെന്നുണ്ടെങ്കിൽ അവരത് തരും. പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ യു ടി ഐസ് അവർ നോക്കത്തില്ല. അപ്പം ഫീമെയിൽ യു ടി ഐസ് നോക്കും. പക്ഷേ നമുക്കൊരു സിംറ്റംസ് മോർ ദാൻ 3 days ആണെന്നുണ്ടെങ്കിൽ അതവർ നോക്കത്തില്ല. പിന്നെ ഒരു സിംറ്റംസ് തുടങ്ങിയിട്ട് നമുക്കൊരു 3 daysനുള്ളിലാണെന്നുണ്ടെങ്കിൽ അവർ ആൻറ്റിബയോട്ടിക് തരും. പിന്നെ ബ്ലഡ് ഇൻ ദ യൂറിന് അതിനും അവർ ട്രീറ്റ് ചെയ്യത്തില്ലേ. അപ്പോൾ അവരത് GPനെ കാണാനേ പറയത്തുള്ളൂ. പിന്നെ മൈനർ സ്ട്രെയിൻസും ഒക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾക്ക് അന്നേരം അതിന് വേണ്ടി നമ്മൾക്ക് AANയിലോ അല്ലെങ്കിൽ അർജൻറ്റ് ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലോ ഒന്നും പോകാതെ നമ്മൾക്ക് അവിടെ അവരെ പോയി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനുള്ളത് ചെയ്തു തരും. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർ ഇൻഫെക്ഷന് 18 വയസ്സ് വരെ ഉള്ളവരുടെ അവർ നോക്കത്തുള്ളേ. അപ്പം 18 വയസ്സിന് മേലിലോട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ GPയുടെ അടുക്കൽ പോകാൻ പറയും. 18 വയസ്സിന് താഴെയാണെങ്കിൽ അവരത് നോക്കിയിട്ട് അവരത് അതിൻ്റെ ആൻറ്റിബയോട്ടിക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് തരും. പിന്നെ നമുക്ക് ഈ പെയിൻ കില്ലറോ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് അറിയാൻ മേലാത്തതൊക്കെ ഉണ്ടല്ലോ, ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് എന്താണ് അങ്ങനെയൊക്കെ ഉള്ളത് അവരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ അഡ്വൈസ് ചെയ്യും. അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്യും. ഇപ്പം നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവർക്കിപ്പം നമ്മളെ എന്താ പറയുന്നത്, ഓക്കെ എനിക്കിത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഡോക്ടറിന് അവർക്ക് റെഫർ ചെയ്യാം, അവിടുന്ന് തന്നെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാർമസിസ്റ്റുമാർ ഞങ്ങളെ വിളിക്കാറുണ്ട്. കാരണം പേഷ്യൻസിന് വേണ്ടി ഞങ്ങളെ വിളിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ പേഷ്യൻസിനോട് പറയാറുണ്ട് ഞങ്ങളെ വിളിക്കാനെന്ന്. അന്നേരപ്പോഴത്തേക്കിനും ഞങ്ങളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് ചെയ്യും. പക്ഷേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫാർമസിസ്റ്റിനെ കാണാൻ വേണ്ടി നമുക്ക് റെഫറലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് സമയം ലാഭിക്കാം. നമ്മളിപ്പോൾ ഒത്തിരി അങ്ങോട്ട് നമുക്ക് GPനെയൊക്കെ എന്ത് ബുദ്ധിമുട്ട് ഇവിടെ നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടാനായിട്ടല്ലേ. അപ്പം അതിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫാർമസിസ്റ്റുമാർക്ക് അത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, അവർ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്തു തരും. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ.